പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഹല്ലേലൂയ. എല്ലാവരും സുഖമായും ശുഭമായിരിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാകാം. നിങ്ങൾ ദുഃഖിതരാണോ എന്നാൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾക്ക് ദുഃഖമാണോ, ഏത് വിധത്തിലുള്ള ദുഃഖമായിക്കോട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആത്മീയ കാര്യത്തിലായിരിക്കാം, അത് ഭൗതിക കാര്യത്തിലായിരിക്കാം, ശാരീരിക കാര്യത്തിലായിരിക്കാം, ഏത് കാര്യത്തിൽ നിങ്ങൾ ദുഃഖത്തോടെ ആയിരിക്കുന്നോ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ഒരുവൻ ഹല്ലേലൂയ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. സ്തോത്രം. നമുക്ക് ചില വാക്യങ്ങൾ വായിച്ച് ദൈവസന്നിധി നമുക്ക് ബലപ്പെടാം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, സ്തോത്രം, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിന്, ഹല്ലേലൂയ, വചനത്തോടുള്ള ദാഹം കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് യേശുവിനെ അധികമായി അറിയണം, എനിക്ക് ആത്മീയമായി വളരണം, ഇത് പോരാ എന്ന ദുഃഖമുണ്ടോ, ഹല്ലേലൂയ, സ്തോത്രം, അതിന് ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഏതെല്ലാം വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നോ, നമ്മൾ ഓരോരുത്തരും ഭാരപ്പെടുന്നതോ, ആ ഭാരത്തിന്മേലെല്ലാം നീക്കുപോക്ക് തരുവാൻ കഴിയുന്ന ഒരു കർത്താവായ യേശുക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 61-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവയുടെ പ്രസാദവശവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പാനുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദുഃഖിക്കുന്നവരെയൊക്കെയും ആശ്വസിപ്പിക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, ദുഃഖങ്ങളെ മാറ്റുവാൻ, ഒരു കണ്ണുനീരെ തുടച്ചു കളയുവാൻ, നീ ഭാരപ്പെടണം, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു നല്ലവനായ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ദുഃഖങ്ങൾ മനുഷ്യരോട് പറഞ്ഞാൽ അവർ വേറൊരു മനുഷ്യരോട് പോയി പറയും. ഹല്ലേലൂയ. അവർ ആ കണ്ണുകൊണ്ട് നമ്മളെ നോക്കുവാൻ ഇടയായിത്തീരും. എന്നാൽ യേശുവിനോട് നിന്റെ ദുഃഖം പറഞ്ഞാൽ, നിന്റെ ഹൃദയത്തെ പകർന്നാൽ, ഹല്ലേലൂയ, യേശു വേറൊരിടത്ത് പോയി പറയത്തില്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും നമ്മുടെ വിഷയത്തിന് നീക്കുപോക്ക് തരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ കൈ ഇതൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ആവുന്നു, ഇതൊക്കെ ഉളവായതെന്നും യഹോവ അരുളിച്ചത്. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യരെ ഞാൻ കടാക്ഷിക്കും. ഈ അഖിലാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവം, സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവം, ഹല്ലേലൂയ, പറയുകയാണ്, എൻ്റെ ഹല്ലേലൂയ, സ്തോത്രം, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനോ ദൈവത്തിൻ്റെ വചനത്തിൽ വിറയ്ക്കുന്ന ഭയത്തോടെ ദൈവവചനം, ഹല്ലേലൂയ, അനുസരിക്കുവാനുള്ള സ്നേഹം, ഹല്ലേലൂയ, സ്തോത്രം. ഭയമെന്ന് പറയുന്നത് റെസ്പെക്റ്റിനെയാണ് കാണിക്കുന്നത്. കർത്താവ് നമ്മളെ, ഹല്ലേലൂയ, ദഹിപ്പിച്ചു കളയും. അങ്ങനെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു പാപം ചെയ്താൽ, ഹല്ലേലൂയ, നമ്മളെ ഉടനെ, ഹല്ലേലൂയ, കരിച്ചു കളയുമെന്നുള്ള അനുഭവമല്ല. ഹല്ലേലൂയ, മറിച്ച് നമ്മൾ പാപം ചെയ്താൽ, ഹല്ലേലൂയ, അതിനെ ക്ഷമിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, മടങ്ങി വന്നാൽ മനസ്സലിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എങ്കിലും, ഹല്ലേലൂയ, അരിഷ്ടനും മനസ്സ് തകർന്നവനെയും ദൈവവചനത്തിനു മുൻപാകെ ദൈവത്തെ സ്നേഹിക്കുകയും, ഹല്ലേലൂയ, ദൈവത്തിന്റെ പാദപീഠത്തിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ ദൈവത്തെയും കടാക്ഷിച്ച് അവനോട് കരുണ കാണിക്കും. അവന്റെ വിഷയത്തിന്മേൽ നീക്കുപോക്ക് തരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആമീൻ, ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലാപിക്കും, ലോകമോ സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷകരമായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവമക്കൾ, ഹല്ലേലൂയ, സ്തോത്രം, ദുഃഖിക്കുമ്പോൾ, ഹല്ലേലൂയ, പക്ഷേ ലോകമനുഷ്യർ, ഹല്ലേലൂയ, ദൈവത്തെ അറിയാത്തവര്, ഹല്ലേലൂയ, ചിന്തിക്കുമായിരിക്കും, ഇവിടെ ദൈവത്തെ വിളിക്കാൻ പോയിട്ടും ഹല്ലേലൂയ ജീവിതത്തിൽ ദുഃഖമാണെന്ന്. എന്നാൽ ദുഃഖം മാറുന്ന ഒരു ദിവസമുണ്ട്. കണ്ണുനീരെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ, ഹല്ലേലൂയ, സ്തോത്രം, യെരൂശലേമിനെ പറ്റിയൊക്കെയാണെന്ന് പറയുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ, ഹല്ലേലൂയ, ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന്റെ സ്നേഹം നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സിംഹാസനത്തിന് മധ്യയുള്ള കുഞ്ഞാട് അവരെ മേച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുളച്ചു കളയുകയും ചെയ്യും. ദൈവം താൻ തന്റെ, ഹല്ലേലൂയ, കൈ, ഹല്ലേലൂയ, കണ്ണ്, ഹല്ലേലൂയ, അവരുടെ കണ്ണിൽ നിന്ന് എല്ലാ കണ്ണുനീരും തുടച്ചു കളയുവാനിടയായിത്തീരും. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദുഃഖത്തിലോ ഭാരത്തിലോ പ്രയാസത്തിലോ ആയിരിക്കുന്നെങ്കിൽ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ അടുക്കലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ആ ദൈവം, ഹല്ലേലൂയ, ജീവപര്യന്തം നമ്മളെ വഴി നടത്തുവാൻ ശക്തനാണ്. നമ്മുടെ കണ്ണുനീരൊക്കെ അവൻ മാറ്റിക്കളയും. നമ്മുടെ കണ്ണുനീര് മാറ്റി നമുക്ക് ആശ്വാസം തരും. നമ്മൾ കരയുന്ന, നിലവിളിക്കുന്ന വിഷയത്തിന് മേലെ
കർത്താവ് നീക്കി പോക്ക് തരും. അതുകൊണ്ട് ഹല്ലേലൂയ ദുഃഖിക്കാതെ സ്തോത്രം, ഹല്ലേലൂയ നിരാശപ്പെട്ടു പോകാതെ, ഭാരപ്പെട്ടു പോകാതെ, ഒരു ദുഃഖവും നമ്മളെ തകർത്ത് കളയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം, ഒന്നും നമ്മളെ നശിപ്പിച്ച് കളയത്തില്ല. ഹല്ലേലൂയ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, ആത്മീയ സന്തോഷം തന്ന് നമ്മളെ നിലനിർത്തുവാൻ നമ്മുടെ കർത്താവിന്റെ വചനത്തിനും ദൈവശക്തിക്കായ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കും ഹല്ലേലൂയ ദൈവ സ്നേഹത്തിനും കഴിയും. ദൈവമക്കളെ, നിരാശപ്പെട്ടു പോകരുത്. എല്ലാ ദുഃഖങ്ങളും നിന്റെ നാശത്തിനായിട്ടല്ല, ഹല്ലേലൂയ അതിനകത്തുനിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവന്ന് ദൈവനാമ വചനത്തിന് വേണ്ടി, ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കുന്ന നാളുകളുണ്ട്. ഹല്ലേലൂയ ഒരു നല്ല കാലം എല്ലാവർക്കും ദൈവം കരുതിയിട്ടുണ്ട്. ഒരു നിത്യജീവനെ ദൈവം എല്ലാവർക്കും കരുതിയിട്ടുണ്ട്. ആ പ്രത്യാശയോട് മുന്നേറുവാൻ, ഹല്ലേലൂയ ദുഃഖങ്ങളെ മാറ്റിവെച്ച് ദൈവവചനത്തിൽ സന്തോഷിക്കുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച ഹൃദയങ്ങളെ പകരുവാൻ എല്ലാവർക്കും ദൈവ കൃപ തരുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.